പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവിടെ അഴീക്കോട് അതുപോലെ തന്നെ ബേപ്പൂർ തുറമുഖത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 70 പരം കിലോമീറ്റർ അകലെയാണ് സിംഗപ്പൂർ ബേസ്ഡ് കപ്പൽ. സിംഗപ്പൂരിന്റെ ഫ്ലാഗാണ് ആ കപ്പലിലുള്ളത്. കൊളംബോയിൽ നിന്ന് മുംബൈക്ക് പോവുകയായിരുന്നു എന്നാണ് കിട്ടിയ വിവരം. അതിൽ 50 കണ്ടെയ്നറോളം കടലിൽ വീണാൻ വന്നു. തീ പിടിച്ചതാണ് പ്രശ്നം എന്നാണ് പ്രാഥമികമായി കിട്ടിയ വിവരം. ആ വിവരം കിട്ടിയോടെ തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും രക്ഷാദൗത്യവുമായി കൃത്യമായി ആ പ്രദേശത്തേക്ക് പാഞ്ഞിരുന്നു. ആ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ കൂടുതലായി നമുക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ അവിടെ പോയിട്ടുള്ള രക്ഷാദൗത്യത്തിൽപ്പെട്ട ആളുകൾ മെസ്സേജ് എന്തൊക്കെയാണ് അതിൽ ഉള്ളിലുള്ളതും ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളാണ് ഞാൻ പൊതുവിൽ സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ തുറമുഖം വിട്ടുകഴിഞ്ഞാൽ കപ്പൽച്ചാലിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. ആ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് തുടർ ദൗത്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക. അത് ഏറ്റവും പ്രധാനമായി കോസ്റ്റ് ഗാർഡിന്റെ എല്ലാം നിയന്ത്രണം അവർക്കാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. നേവിയുടെ നമുക്കിങ്ങോട്ട് പാരിസ്ഥിതികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമുദ്രതീരവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റു തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ജാഗ്രത പാലിച്ചുകൊണ്ട് സംസ്ഥാന നമ്മൾ വരും. അതാണ് പൊതുവിൽ ഇതുവരെ വിവരങ്ങളെ സംബന്ധിച്ചും 40ഓളം ജീവനക്കാരാണ് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം കിട്ടിയ മെസ്സേജ്. ഇപ്പോൾ ഉണ്ടായിരുന്ന അപകടത്തിലെ 40 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. 18ഓളം പേര് കപ്പലിൽ ചാടിയായിട്ടാണ് എത്ര പേര് രക്ഷപ്പെടുത്തി, എത്ര പേര് പരിക്കുകളുണ്ട് എന്നുള്ള കാര്യമില്ല. നമുക്ക് കോസ്റ്റ് ഗാർഡിന്റെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ കാര്യകാരണ സഹിതം മനസ്സിലാക്കാതെ അത്ര ആക്ഷേപം പറയാൻ കഴിയും. ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തിൽ ഉണ്ടായ സംഭവം എല്ലാവർക്കും അറിയാം. യന്ത്രത്തിലേറാറാണെന്ന് അവർ വിശ്വസിച്ചു കഴിഞ്ഞു. അതിൽ വന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ജാഗ്രതാപൂർണമായ സമീപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഇതുവരെ ആശങ്കപ്പെടുത്തുന്ന ഒരവസ്ഥ ആദ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായ പ്രശ്നത്തെ സംബന്ധിച്ച് കൂടുതൽ പറയണമെങ്കിൽ എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത്, അത് എന്തായിരുന്നു ഉണ്ടായിരുന്ന തിരക്കുകൾ, അതെല്ലാം സംബന്ധിച്ച് കസ്റ്റംസിനാണ് പറയാൻ പറ്റും. അവരുടെ ബാക്കി വിവരങ്ങൾ കിട്ടിയതിന് ശേഷം അത് പറയാൻ പറ്റും. ഒപ്പം ഇപ്പോൾ രക്ഷാദൗത്യത്തിന് പോയിരിക്കുന്ന ആളുകളോട് ചെല്ലുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർ ബാക്കി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്.